രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ വിവാഹം എന്ന് പറയുന്ന കൂദാശ, അത് കുടുംബജീവിതം വിജയിപ്പിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിൻ്റെ കൗദാശി വശത്തെപ്പറ്റി പറഞ്ഞിട്ട് ഇനി ഞാൻ പ്രായോഗിക തലത്തിലേക്ക് പതുക്കെ കയറാൻ തുടങ്ങുകയാണ്. ഇനിയിപ്പം മുന്നോട്ട് പോകുന്നത് മുഴുവനും പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ് പതുക്കെ പതുക്കെ തുടങ്ങി വരുന്നത്. വിവാഹം എന്ന് പറയുന്ന കൂദാശ അല്ലെങ്കിൽ കുടുംബജീവിതം വിജയിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബജീവിതം വിജയിപ്പിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അതേ ചുറ്റിപ്പറ്റി ബാക്കിയെല്ലാം നിൽക്കും. സ്ഥായിയായ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ കുടുംബജീവിതം വിജയിപ്പിക്കാം. 3 ആത്മീയമായ വശങ്ങളും 3 മനഃശാസ്ത്രപരമായ വശങ്ങളും ഉൾക്കൊള്ളിക്കാമെങ്കിൽ കുടുംബജീവിതം വിജയിപ്പിക്കാം. ഒന്നാമതായിട്ട്, കുടുംബജീവിതം വിജയിപ്പിക്കാൻ ഈശ്വരാനുഗ്രഹം വേണം. രണ്ടാമത്, ജീവിത പങ്കാളിയുടെ അനുഗ്രഹം വേണം. 3 മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. ഇത് 3 സ്ഥായിയായ 3 ബ്ലെസ്സിങ്സ് ആണ്, അനുഗ്രഹമാണ് കുടുംബജീവിതം വിജയിപ്പിക്കാൻ. ഒന്നാമതായിട്ട് ദൈവാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ കുടുംബജീവിതം വിജയിപ്പിക്കാൻ സാധ്യമല്ല. കൗദാശിക ജീവിതവും വേദപുസ്തക വായനയും പഠനവും ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് എന്നുള്ള പ്രാർത്ഥനയും പ്രാർത്ഥനാ ജീവിതവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതവും പരിശുദ്ധ മനസാക്ഷിയിൽ പ്രാർത്ഥനാരീതിയിലുള്ള ജീവിതം അനിവാര്യമായ ഒരു ഘടകമാണ്. രണ്ടാമതായിട്ട്, ജീവിത പങ്കാളിയുടെ അനുഗ്രഹം വേണം. അധികം വിശദീകരിക്കാതെയാണ് പോകുന്നത്. ഭർത്താവിന് ഭാര്യയുടെ അനുഗ്രഹം വേണം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ അനുഗ്രഹം വേണം. ഈ മ്യൂച്വൽ ബ്ലെസ്സിംഗ് ഈസ് എ ഡിസൈസീവ് ഫാക്ടർ. വിവാഹ ജീവിതത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ബിസിനസ് നടത്തുന്ന ഒരു ഭർത്താവ്, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു ഭർത്താവ്, രാവിലെ ഭർത്താവ് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് കുളിച്ച് ഒരുങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? ആ കടയുടെ താക്കോലെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഭർത്താവിൻ്റെ കൊടുത്തു വിടുക. അതാണ് ചെയ്യേണ്ടത്. ടൈലറിങ്ങിന് പോകുന്ന ഒരു ഭാര്യ എങ്കിൽ അവൾ പോകാൻ നേരത്ത് ഭർത്താവ് എന്ത് ചെയ്യണം? ആ കത്രിക എടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഈ ബ്ലെസ്സിങ് ആവശ്യമാണ്. ഭർത്താവ് പുറത്തേക്ക് പോകാൻ തുടങ്ങുക സ്വന്തം വണ്ടിയായിട്ട്, ആ വണ്ടിയുടെ താക്കോലെടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് യാതൊരു അപകടവും ഉണ്ടാകാതെ നീ എനിക്ക് തന്ന ജീവിത പങ്കാളിയെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞിട്ട് ആ താക്കോൽ അങ്ങോട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടെയും ബ്ലെസ്സിങ് ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും പരസ്പരം ചോദിച്ച് സ്നേഹത്തിൽ ആലോചിച്ച് പ്രാർത്ഥിച്ചു ചെയ്യുക. ജീവിത പങ്കാളിയുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും ഒരു കാര്യത്തിന് പോയാൽ കണിശമായിട്ടത് ഗുണം പിടിക്കത്തില്ല. സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം പിറന്ന വീടും നാടും കൂടും വിട്ട് ജന്മം കൊടുത്ത തന്തയും തള്ളയും സഹോദരങ്ങളെയും കുടുംബ സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു സ്ത്രീ കണ്ണുമടച്ച് നിന്റെ പിന്നാലെ ഒരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചതാ. ആ സ്ത്രീക്ക് നീയിൽ നിന്നും വേദന ഉണ്ടായാൽ കണിശമായിട്ടും ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് നീ അനുഭവിക്കാതെ പോകുന്ന പ്രശ്നമില്ല. അനുഭവിച്ചേ തീരും. എവിടെയെങ്കിലും അനുഭവിക്കും. കർമ്മഫലം അനുഭവിക്കണം. നീ അവിടെ പുറകെ പോവുകയല്ല ചെയ്തത്. തന്തയും തള്ളയും സഹോദരങ്ങളെയും പിറന്ന് ചാടിക്കളിച്ച് നടന്ന ജീവിത സാഹചര്യങ്ങൾ കുടുംബം ഉപേക്ഷിച്ച് കണ്ണും അടച്ച് നിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചതാണ് ഒരു പെൺകുട്ടി എങ്കിൽ അതിന് ജീവിതം കൊടുക്കാൻ ധാർമ്മികമായ കടപ്പാട് നിനക്കുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ആ ബ്ലെസ്സിങ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ദൈവാനുഗ്രഹം, രണ്ടാമത് ജീവിത പങ്കാളിയുടെ അനുഗ്രഹം, 3 മാതാപിതാക്കളുടെ അനുഗ്രഹം. മക്കളെ, മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. എത്ര അറിവില്ലാത്തവരോ എത്ര മുരട സ്വഭാവമുള്ളവരോ എത്ര നിന്നെ പ്രാകുന്നവരോ ആയിക്കോട്ടെ, മാതാപിതാക്കൾക്ക് എന്നും നന്മ ആഗ്രഹിക്കുകയും നന്മ ചെയ്യുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഈ 3 ബ്ലെസ്സിങ് പ്രധാനപ്പെട്ടതാണ്. ഇനി അതിൻ്റെ മനഃശാസ്ത്രപരമായ വശത്തേക്ക് കടന്നാൽ 3 സുപ്രധാനമായ കാര്യങ്ങൾ ചിന്തിക്കാമെങ്കിൽ, അറിഞ്ഞിരിക്കാമെങ്കിൽ കുടുംബജീവിതം വിജയിപ്പിക്കാം. 1, സ്വയം മനസ്സിലാക്കുക. 2, ജീവിത പങ്കാളിയെ മനസ്സിലാക്കുക. 3, ഒറ്റയാളിനെ സ്നേഹിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായിട്ട് സ്വയം മനസ്സിലാക്കുക. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? നീ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നീ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ കള്ളു കുടിക്കാൻ പോകുന്നത്? ഏത് നേരവും വലി,
നേരം വെളുക്കുമ്പോൾ തുടങ്ങും ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് പൊടിച്ചിട്ട്. ആ മുറിയിലും വീട്ടിലും ആർക്കും ജീവിക്കാൻ മേല. നേരം വെളുക്കുമ്പോഴേ കത്തിച്ചോണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ബീഡിയോ സിഗരറ്റോ നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് സിഗരറ്റോ ബീഡിയോ ഉപയോഗിക്കുന്ന പുരുഷന്റെ മൂത്രത്തിന് വല്ലാത്ത ദുർഗന്ധം ഉണ്ടാകും. അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പോലും ഭാര്യയും മക്കളും ഉപയോഗിക്കരുത്. അതുകൊണ്ട് വലിക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ള ഭർത്താക്കന്മാര് വീട്ടിലെ ടോയ്ലറ്റ് ഉപയോഗിക്കരുത്. പോകുന്ന വഴി എവിടെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കുക. കാരണം എന്തിന് പാവപ്പെട്ട പെണ്ണിനെയും കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന എന്തിനാ? അത് മനസ്സിലാക്കിയിരിക്കുക. വലിക്കുന്നവരെക്കാൾ ദൂഷ്യം ചെയ്യും ഈ വിടുന്ന പുക ശ്വസിക്കാൻ ഇടയായാൽ മറ്റുള്ളവർക്ക്. അതുകൊണ്ട് ആ സാധനം ഒന്ന് ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് സ്വയം മനസ്സിലാക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏത് നേരവും പുകവലി, ഏത് നേരവും കുടി, മറ്റത് ഏത് നേരവും വഴക്കേ ഉള്ളൂ. ഭാര്യയോട് സ്നേഹമായിട്ട് ഒരു വാക്ക് ഒരിക്കലും പറയുകയില്ല. എപ്പോഴും ദേഷ്യം, എപ്പോഴും അരിശം, വാ പൊളിച്ചാ തെറി. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത്? ഇനിയും അത് പറയുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഈ കുടുംബത്തെ പറ്റി പറഞ്ഞു പോകുമ്പോൾ ദൈവശാസ്ത്രം, മനഃശാസ്ത്രം, തത്വശാസ്ത്രം, മോറൽ തിയോളജി, കാനൻ നിയമം, ആധ്യാത്മികത എല്ലാം മിക്സ് ചെയ്യും. അത് മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് വളരെ ചിന്തിച്ചിരുന്നെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിന് ഭംഗിയായ ഒരു അടിത്തറ നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ ഇടാൻ സാധിക്കുകയുള്ളൂ. അധികം പുണ്യം പറഞ്ഞു പോകാതെ നിങ്ങളുടെ ദൈവവിളിയിൽ ഒന്ന് കറയില്ലാതെ ഒന്ന് ജീവിക്കാൻ തുടങ്ങ്. അത് കഴിഞ്ഞിട്ട് വേണം പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും ഒക്കെ ഗ്രേസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ. കാലയിൽ ഒന്ന് നിൽക്കാൻ ആദ്യം ഒന്ന് പഠിക്കാം. ആദ്യമായിട്ട് തമ്പുരാന്റെ സങ്കല്പത്തിലെ ദൈവവിളി ഒന്ന് ജീവിക്കാൻ ആദ്യം നോക്കണം. അതുകൊണ്ട് പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിച്ചു പോവുക, സ്വയം മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഏത് നേരവും ഭാര്യയോട് അരിശം, വാ തുറന്ന ചീത്ത, തെറി, സംശയം, ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഭർത്താക്കന്മാരായ നീ ആദ്യം മനസ്സിലാക്കേണ്ടത്, നീ അവളെ എപ്പോഴും തെറി പറയുകയും ചീത്ത പറയുകയും തല്ലുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് അവളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും സ്ഥായിയായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടല്ല. നിനക്ക് ഭാര്യയുടെ മുൻപിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്, അപകർഷതാബോധം ഉള്ളത് കൊണ്ടാണ്. ആ സത്യം നീ മനസ്സിലാക്കണം. ഒന്നുകിൽ നിന്റെ ഭാര്യയേക്കാൾ നിനക്ക് ഡിഗ്രി കുറവായിരിക്കാം, കണ്ടാൽ കാഴ്ചയ്ക്കും അല്പം പുറകോട്ടായിരിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഭാര്യയേക്കാൾ ശമ്പളം കുറവായിരിക്കാം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് വർക്ക് ചെയ്താൽ യാതൊരു കാരണവും കൂടാതെ നീ ഭാര്യയെ ചീത്ത പറയുകയും തെറി പറയുകയും അടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഈ മനഃശാസ്ത്രം ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്തേണ്ടത് തിരുത്താൻ പഠിക്കുക, അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക. അതുകൊണ്ടാണ് സ്വയം മനസ്സിലാക്കണം എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്? ഒരു സ്വൈര്യം കൊടുക്കുകയില്ല, മക്കൾക്കും സ്വൈര്യം കൊടുക്കുകയില്ല, ഭർത്താവിന് സ്വൈര്യം കൊടുക്കുകയില്ല, ഭാര്യയ്ക്ക് സ്വൈര്യം കൊടുക്കുകയില്ല. എന്താ ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്? അതൊന്ന് സ്വയം കണ്ടെത്തണം. അതാണ് സ്വയം മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമതായിട്ട് ഒറ്റയാളിനെ സ്നേഹിക്കുക. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും രണ്ട് പുരുഷന്മാരെ സ്നേഹിക്കുന്നവരാ. സംഗതി കുഴഞ്ഞല്ലോ. ഈ അച്ഛൻ എന്നതായി പറയുന്നത്? ഈ അച്ഛൻ എന്തോ മാനസിക രോഗമുണ്ട് അല്ലേ? പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 100% ആൾക്കാരും രണ്ട് പുരുഷന്മാരെ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളെ സ്നേഹിക്കുന്നവരാണ്. അതായത് കല്യാണം ആലോചിക്കുമ്പോൾ ഏത് പെൺകുട്ടിക്കും ഒരാഗ്രഹമുണ്ടല്ലോ, എനിക്ക് വരാൻ പോകുന്ന ഒരു ഭർത്താവ് ദൈവമേ ഇന്നയൊക്കെ രീതിയിലായിരിക്കണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലുണ്ടോ? ഏതെങ്കിലും ഒരു ഉണ്ണാക്കനായാൽ മതി എന്നാണോ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. ഏറെക്കുറെ ഒരു ആഗ്രഹമുണ്ട്. ഭർത്താവിനെ കണ്ടാ ഒരുമാതിരി വലിയ സുമുഖനൊന്നും അല്ലെങ്കിൽ ഒരുമാതിരി കണ്ടാ കൊള്ളാവുന്നവനായിരിക്കണം, സാമാന്യം വെളുത്തതായിരിക്കണം, സാമാന്യം ആരോഗ്യം ഉണ്ടായിരിക്കണം, സാമാന്യം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, സാമ്പത്തികമായ കഴിവുകൾ ഉണ്ടായിരിക്കണം, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമുള്ള അറിവുകളൊക്കെ ഉണ്ടായിരിക്കണം, സ്വല്പം മീശ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഒരു പെണ്ണിന്റെ ആഗ്രഹമല്ലായോ? അപ്പൊ തന്റെ ഭർത്താവ് ഇറങ്ങിപ്പോയത് കണ്ടാൽ കൊള്ളാം, ഒരു എലഗൻസ്, ഒരു ഗ്രേസ്, എന്റെ ഭർത്താവാണ് അഭിമാനത്തോടെ ഒന്ന് പറയാൻ സാധിക്കണം. അതൊരു സ്ത്രീയുടെ ഇമോഷണൽ നെസസിറ്റി, അവളുടെ വൈകാരികമായ ഒരു ആവശ്യമാണ്. ഇതിപ്പോ എന്നാ ഇത് ചെറുക്കന്റെ കൂടെ താമസിച്ച് അവനെ തുന്നിച്ചു നോക്കിയ ചെന്നുള്ള കല്യാണം നടത്തുന്നത്?
ഏതാണ്ടെല്ലാം അപ്പനും അമ്മയും കൂടി ആലോചിച്ചു, പറഞ്ഞു, ഉറപ്പിച്ചു, കല്യാണമെല്ലാം നടന്നു. ഏതാണ്ട് കൂടെ ജീവിച്ച് 4 മാസം കഴിഞ്ഞാണ് നമ്മുടെ ചരക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഗൾഫിൽ ജോലിയാ, വലിയ ശമ്പളമുണ്ട് എന്നും പറഞ്ഞാ കല്യാണം നടത്തത്. ഇവിടെ വന്നപ്പോ ഉണ്ട് 55 ദിനാറ. പോരെ, ചാടി കയറി പ്ലെയിനാൽ അങ്ങനെ കാലുമ്പോ ചിരിക്കുക. ഓ, ഗൾഫിൽ ജോലികളുടെ ഭർത്താവിനോട് പോവുക, നഗറിന് പോവുക. മനസ്സിലായില്ലേ? ഇവിടെ വന്നപ്പോഴാ മനസ്സിലാകുന്നത് 55 ദിനാർ. അപ്പോൾ വലിയൊരാഗ്രഹം കുഴഞ്ഞു. ആ ഇടക്കാരൻ പറഞ്ഞേണ്ടതാ, ചെറുക്കന് 18 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ശരിയാ, 18 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. പിന്നെ അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത് അവർ 22 പിള്ളേരാ. അപ്പൊ എന്നാ കിട്ടും അതിന്റെ ഒരു ഷെയർ? ഒത്തില്ലേ? MA പാസ്സായതാന്നാ പറഞ്ഞത്. പിന്നെ സംഗതി അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. രാഷ്ട്രീയമായ കുറച്ച് അറിവെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ. രാഷ്ട്രീയമായ അറിവൊന്നും പറയണ്ട. പത്രത്തിൽ അവൾ വായിച്ചു കേൾപ്പിച്ചു, നരസിംഹറാവു 2 ദിവസത്തെ സന്ദർശനത്തിനായി ബഹ്റിനിലേക്ക് ഇറങ്ങുന്നുവെന്ന്. ഉടനെ അവൻ ചോദിക്കുക, ഇപ്പോഴത്തെ മാർപ്പാപ്പ ആണോന്ന്. അതാണ് രാഷ്ട്രീയമായ അറിവ്. ഒത്തില്ലേ? കൊമ്പമീശി ഇച്ചിരി എങ്കിലും ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നതാ. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി തപ്പി നോക്കിയപ്പോഴാണ് മുഖത്തൊക്കെ ഒരു കൂടെയില്ല. അപ്പൊ സങ്കല്പത്തിലും അഭിലാഷത്തിലും ആഗ്രഹത്തിലും കണ്ട ഭർത്താവ് എന്തിയേ ആഗ്രഹിച്ചത് വല്ലതും കൊണ്ടോ? 2 മാസം കഴിയുമ്പം പ്രയർ മീറ്റിങ്ങിന് വരുമ്പം ചോദിക്കും, റോസമ്മേ, തങ്കമ്മേ, ദയ്യാമ്മേ, പെണ്ണമ്മേ, നീ എന്നാടി, നീ എല്ലാ പ്രയർ മീറ്റിങ്ങിനും വന്നുകൊണ്ടിരുന്നതാണല്ലോടി, നീ എന്നാടി ഇപ്പം കുറച്ച് ദിവസമായിട്ട് നീ കെട്ടിയൻ്റെ കൂടെ അങ്ങ് പൊരുന്നേ ഇരിക്കുകയാണ് കല്യാണം കഴിച്ച പിന്നെ, നീ ഇങ്ങോട്ട് വരുന്നേ ഇല്ലല്ലോ. എന്നാത്തിന് വരാനാടി? എന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതി. എന്നാ കാരണം? എന്നാ കാരണം? ഇവള് സ്നേഹിക്കുന്നത് ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം, അവൾ പ്രതീക്ഷിച്ചിരുന്ന ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു ഭർത്താവിനെയും അവൾ സത്യത്തിൽ സ്നേഹിക്കുന്നത്. അവക്ക് സ്നേഹിക്കാൻ കിട്ടിയിരിക്കുന്നതോ ഈ പറഞ്ഞതൊന്നുമില്ലാത്ത ഒരു ഭർത്താവിനെ. അപ്പം എത്ര ചെറുക്കന്മാരുണ്ട് ഇവക്കിപ്പം? 2 എണ്ണം ഉണ്ട്. സത്യത്തിൽ സ്നേഹിക്കുന്നത് ഈ സങ്കല്പത്തിലെ ഒരു ഭർത്താവും, സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ പുരുഷനും. 2 എണ്ണം ഉണ്ട് ഇപ്പം. ഈ 2 എണ്ണത്തിനെ സ്നേഹിക്കുന്ന ഈ സ്ത്രീക്ക് ജീവിതം ഒരിക്കലും വിജയിപ്പിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് എന്ത് വേണ്ടി, കല്യാണ മണ്ഡപത്തിലേക്ക് പൊക്കെയൊക്കെ പിടിച്ചോണ്ട് കിണുങ്ങി അങ്ങോട്ട് പോകുമ്പോ ഉണ്ടല്ലോ, സങ്കല്പത്തിലെ ഭർത്താവിനെ കുഴിച്ചു മൂടുക. ആദ്യമായിട്ട് കണ്ണു അടച്ചോണ്ട് അങ്ങോട്ട് കയറുക. കണ്ണുമടച്ചങ്ങോട്ട് കയറിയിട്ട് പ്രതീക്ഷയിലുണ്ടായിരുന്ന ഭർത്താവിനെ അങ്ങോട്ട് മറന്നിട്ട് ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് തന്ന ഭർത്താവിനെ സർവമാന പോരായ്മകളോടും കൂടി കൈനീട്ടി ഇങ്ങോട്ട് സ്വീകരിക്കുക. ഒറ്റയാളിനെ സ്നേഹിക്കാവൂ, ആ തന്നയാളിനെ സ്നേഹിക്കുക. എല്ലാ അപാകതകളോടും കൂടി അവനെ അങ്ങ് സ്നേഹിക്കുക. ഇതുപോലെ തന്നെയാ പുരുഷനും. എന്തെല്ലാം ആഗ്രഹങ്ങളാവുള്ളത്. കണ്ടാക്കൊള്ളാവുന്ന മിടുക്കത്തിയായ ഭാര്യയായിരിക്കണം, പാട്ടുപാടാൻ കഴിവുള്ളവളായിരിക്കണം, ചപ്പാത്തിയും പൊറോട്ടയും ദോശയലുവായും കൊഴുക്കട്ട ഉണ്ടാക്കാൻ അറിയാവുന്നവളായിരിക്കണം. ഇതെല്ലാം അവന് ഇഷ്ടമുള്ള പലഹാരങ്ങളാണ്. ഇതെല്ലാം ഉണ്ടാക്കാൻ അറിവുള്ള ഭാര്യയായിരിക്കണം, നല്ല വീറും വൃത്തിയും മെനയുള്ള ഭാര്യയായിരിക്കണം, കൂട്ടുകാരൊക്കെ വന്നാൽ സോഷ്യബിളായിട്ട് അവരെ സ്വീകരിക്കാൻ കഴിവുള്ള ഭാര്യയായിരിക്കണം. തമ്പുരാൻ കർത്താവേ, കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ ആ സംഗതി മനസ്സിലാകുന്നത്. ഇവന് പാട്ട് വലിയ ഇഷ്ടമാണ്. പെമ്പർനോത്തി ഒരിക്കലും വാ തുറക്കുകയല്ല. യാദൃശ്യാൽ അവള് ഒന്ന് വാ തുറക്കാൻ മനസ്സ് കാണിച്ചാൽ ചെറുക്കൻ ടോർച്ച് എടുത്തുകൊണ്ട് പശുക്കൂട്ടിലേക്ക് ഓടും. എല്ലാത്തിലും കെട്ടിയിട്ടുണ്ടോ? കാരണം പാറപ്പുറത്ത് ചിരട്ടെ വരച്ചാൽ ഇതിലും നല്ല ശേല കേൾക്കാൻ. ഒത്തില്ലേ? ആഗ്രഹം പോയില്ലേ? കണ്ടാ കൊള്ളാവുന്നത്. ബാക്കിയെല്ലാം ഒത്തുകൊണ്ട് കല്യാണം അങ്ങ് ഉറപ്പിച്ച് കണ്ടാ വലിയ കേമമില്ലതാണ്. ആരോഗ്യവതി ആയിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. കല്യാണം കഴിഞ്ഞാൽ മനസ്സിലായത് പെണ്ണിന് എന്നും വലിവ്, ഏതിനേരവും വലിവ്, കാപ്പി എടുത്താൻ പറഞ്ഞാലും വലിവ്. ആ കാര്യവും പോയില്ലേ? നല്ല വീറും വൃത്തിയും ഉള്ളവളായിരിക്കണം, സത്യം കൃത്യം വൃത്തി ഇതെല്ലാം ഉള്ളവളായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചത്. പുറകെ നടന്ന ഒരാഴ്ച കൂടുമ്പോഴാണ് ഒന്ന് കുളിക്കുന്നത്. ഒത്തില്ലേ? ചപ്പാത്തിയും പൊറോട്ടയും ദോശയും കൊഴുക്കട്ടയും ഉണ്ടാക്കാൻ അറിയാവുന്ന ആയിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചത്. പാവം നമ്മുടെ പെമ്പർനോത്തിക്ക് ചമ്മന്തി അരയ്ക്കാനും ഒരു പപ്പടം കൈ പൊള്ളിക്കാതെ വറക്കാനും അറിയത്തില്ല. ഒത്തില്ലേ? അവനോട് എടാ അന്തോരിയെ, എന്നാടാവേ താനിപ്പോ ഇങ്ങോട്ടും വരാത്തത്? എന്നാത്തിന് ഇങ്ങോട്ട് ഇടുന്നതാണാടാവേ? പോയി നമ്മുടെ ജീവിതം തീർന്നു. എന്നാ പറയാന്? കാരണം എന്നാ?
അവന്റെ സങ്കല്പത്തിലെ ഭാര്യ ഒന്ന്, കിട്ടിയ ഭാര്യ ഒന്ന്. ജീവിതം നിരാശയിലേക്ക് പോയി. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടുപേരെ സ്നേഹിക്കരുത്, ഒറ്റയാളിനെ സ്നേഹിക്കാവൂ. സങ്കല്പത്തിലെ ആളിനെ സ്നേഹിച്ചാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നീ ആഗ്രഹിച്ച ഗുണങ്ങളുള്ള ഈ പുരുഷനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്തും. രാത്രിയിൽ പിന്നെ അന്ന് വൈകിട്ട് നിന്റെ ഭർത്താവ് നിന്നോട് ദാമ്പത്യ ധർമ്മം നടത്തുമ്പോൾ നീ ആഗ്രഹിച്ച ഗുണങ്ങളുള്ള ആ പുരുഷനെ സങ്കല്പത്തിൽ കാണും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പക്കാ വ്യഭിചാരം. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയാളിനെ സ്നേഹിക്കുക. അപ്പൊ സ്വയം മനസ്സിലാക്കുക, ഒറ്റയാളിനെ സ്നേഹിക്കുക. മൂന്നാമതായിട്ട് ജീവിത പങ്കാളിയെ മനസ്സിലാക്കുക. അതാണ് പ്രധാനപ്പെട്ടത്. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ ഈ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കേവലം ഒരു സ്ത്രീയുടെ ആഗ്രഹവും അഭിലാഷവും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പുരുഷനെ എങ്ങനെയാ ഭർത്താവെന്ന് വിളിക്കുന്നത്? ഒരു പുരുഷന്റെ നീക്കവും പോക്കും കാഴ്ചപ്പാടും ചിന്താഗതിയും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയെ എങ്ങനെ ഭാര്യ എന്ന് സംബോധന ചെയ്യും? സ്ത്രീയും പുരുഷനും തമ്മിൽ ആത്മീയവും വൈകാരികവും ശാരീരികവുമായ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. മക്കളെ, ആദ്യമായിട്ട് ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കെ. അതൊന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ ഭാര്യയെ ഒന്ന് മനസ്സിലാക്കാൻ നീ ഒന്ന് പഠിക്കാമളെ, ഒന്ന് നിന്റെ ഭർത്താവിനെ നീ ഒന്ന് മനസ്സിലാക്കാൻ തോന്നക്ക്. ഈ മനസ്സിലാക്കൽ പ്രക്രിയ ഇല്ലാത്തതാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയെന്ന് 20 വർഷക്കാലം ആയിരക്കണക്കിന് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. 98% പുരുഷന്മാരും തന്റെ ഭാര്യമാരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ടില്ല. 100% സ്ത്രീകളും തന്റെ പുരുഷന്മാരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അല്പം സ്ത്രീപുരുഷ മനഃശാസ്ത്രത്തിലേക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു, സ്ത്രീയും പുരുഷനും തമ്മിൽ ആത്മീയവും വൈകാരികവും ശാരീരികമായ വ്യത്യാസമുണ്ടെന്ന്. അത് ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ശാരീരികമായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്ക് കടക്കണ്ട. കൂട്ടിച്ചേർക്കാനാണെങ്കിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും സ്വരം തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ചിരി തമ്മിൽ 64 വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കണം. മനഃശാസ്ത്രപരമായിട്ട് ഒരു സ്ത്രീ ചിരിച്ചാൽ അതിനൊരർത്ഥം, ഒരു പുരുഷൻ ചിരിച്ചാൽ അതിനൊരർത്ഥം. സ്ത്രീയുടെയും പുരുഷന്റെയും ചിരി തമ്മിൽ 64 വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ആത്മീയമായ ഒന്നുകൊണ്ട് വ്യത്യാസം എന്ന് പറയാം. ആത്മീയമായ വ്യത്യാസം പറഞ്ഞാൽ സ്ത്രീ ഭക്തിപരമാണ്, പുരുഷനോ പ്രവർത്തനപരമാണ്. ആ മനഃശാസ്ത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഭക്തകൃത്യങ്ങളിൽ മണിക്കൂറുകൾ ചെലവഴിക്കാൻ ഒരു സ്ത്രീക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് ഒരു പുരുഷനെ കൊണ്ട് അത് സാധ്യമല്ല. ഒരു പുരുഷന് ഒരേ സമയത്തിരുന്ന് ശ്രദ്ധിക്കാനും പഠിക്കാനും 20 മിനിറ്റേ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നാലേ കാര്യം നടക്കത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന്, പെരുന്നാൾ നടക്കുന്ന പള്ളിയിൽ രാവിലെ 7 മണിക്ക് ഈ സ്ത്രീ പള്ളി കയറിയാൽ 7 മണിക്ക് ഒറ്റ കുർബാന, പിന്നെ പാട്ടു കുർബാന, പിന്നെ തവസു കുർബാന, പിന്നെ സമൂഹ കുർബാന, പിന്നെ 3 കുർബാന, പിന്നെ പൊന്തിപ്പിക്കൽ കുർബാന. മണി 2ആയി. 7 മണിക്ക് കയറിയതാ, ഇതെല്ലാം പങ്കെടുത്തോളും. 2 മണിയായപ്പം കുർബാനയെല്ലാം തീർന്നു. ചേട്ടത്തേക്ക് ഇനി ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കുർബാനയെല്ലാം തീർന്നു. ഇനി എന്നാ ചെയ്യും? ഇനിയും അവൾ ചെയ്യുന്നത് 14 സ്ഥലം. അത് തീർന്നു കഴിയുമ്പം വ്യാസാക്ര, അത് തീർന്നു കഴിയുമ്പം കുരിശിന്റെ വഴി, അത് തീർന്നു കഴിയുമ്പം സ്ലീവാപാത. ഒത്തില്ലേ? അങ്ങനെ 2 മണിക്കൂർ അവിടെ ചെലവഴിക്കുക. അതാണ് സ്ത്രീയുടെ പ്രത്യേകത. നേരെ മറിച്ച് പുരുഷന് ഇപ്പൊ ധ്യാനം നടക്കുകയാണെങ്കിൽ 1/2 മണിക്കൂർ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പുരുഷന്മാരോട് ഈ പ്രസംഗം കഴിയുമ്പം ഒരു വിശ്രമം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു, അന്നേരം ഇറങ്ങിയിരിക്കും. നേരെ മറിച്ച് 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് സ്ത്രീകളോട് ഇനിയും 10 മിനിറ്റ് വിശ്രമം വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുന്നേക്കുകയില്ല. അതാണ് സ്ത്രീയുടെ പ്രത്യേകത. ഇത് 2 കൂട്ടർ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭക്തകൃത്യങ്ങളിലും പ്രാർത്ഥനയിലും കൂടുതൽ സമയം സ്ത്രീ വീട്ടിൽ ചെലവഴിക്കുമ്പോൾ പുരുഷൻ മെക്കിട്ട് കയറാൻ പോകരുത്. സ്ത്രീ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ, 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ. പക്ഷേ സ്ത്രീ മനസ്സിലാക്കേണ്ടത് അവനെ തേജോവധം ചെയ്യരുത്, അവനെ കുരിശേ കയറ്റരുത്. ഒരു 20 മിനിറ്റ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നീ ഒറ്റയ്ക്കിരുന്ന് സകല കുട്ടിയാളന്മാരുടെയും പ്രാർത്ഥനയും കാണാതെ അറിയാവുന്നതും നൊവേനയും വണക്കമാസവും ഉണക്കമാസവും എല്ലാം ചൊല്ലിക്കോ. അവനെ വെറുതെ വിട്ടേര്. 25 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിന്നെ അവൻ ഇച്ചിരി ഒന്ന് കുളിക്കുകയോ കളിക്കുകയോ സിനിമയൊക്കെ കാണുകയൊക്കെ പോവുകയൊക്കെ വേണം. അതുകൊണ്ട് ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന അർത്ഥസമ്പുഷ്ടമായിട്ട് നടത്തിയിട്ട് പിന്നെ നീ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങ് ഉറങ്ങുന്നവരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് നീ മനസ്സിലാക്കിയിരിക്കുക. അത് പുരുഷനും മനസ്സിലാക്കുക, സ്ത്രീയും മനസ്സിലാക്കുക. അതുകൊണ്ട് കൂടുതൽ സമയം ഈ ആധ്യാത്മികതയിൽ ഇങ്ങനെ ദീർഘസമയം ഇരിക്കാൻ സ്ത്രീ പുരുഷനെ നിർബന്ധിക്കരുത്. പുരുഷൻ അവൾ ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളെ ശല്യപ്പെടുത്തുകയും ചെയ്യരുത്.
ആ സത്യം മനസ്സിലാക്കിയിരിക്കുക. ആധ്യാത്മികം ഒരു വ്യത്യാസം പറഞ്ഞതാ. ശാരീരികവും ആധ്യാത്മികവും അവിടെ നിൽക്കട്ടെ, വൈകാരികമായത് എടുക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതാ. അതിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. വൈകാരികമായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുണ്ടായിരിക്കണം. ഏതാനും വ്യത്യാസങ്ങൾ പറയാം. ഒരു വ്യത്യാസം പറഞ്ഞാൽ, ഒരു പുരുഷൻ ഒരു സമയത്ത് ഒരു കാര്യത്തിലേ ശ്രദ്ധിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഒരു സ്ത്രീ ഒരു സമയത്ത് 10 കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാവോ? ഈ സ്ത്രീ 10 കാര്യം ഒരേ സമയത്ത് ചെയ്യും, പക്ഷെ 10ഉം മണാകുണാന്ന് കിടക്കും. അതായത് പ്രശ്നം. നീ ഒന്നേ ചെയ്യുള്ളൂ, അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ നീ ഒന്നേ ചെയ്യുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് കെട്ടിടം പണിയുക, അല്ലെങ്കിൽ പരവൻ വന്നിട്ടുണ്ട്, അവൻ തെങ്ങ് കയറുക. പുരുഷന്റെ ശ്രദ്ധ മുഴുവൻ അവിടെ ആയിരിക്കും. രാഘവ, ഈ മടൽ ഇങ്ങോട്ട് വെട്ടിയേര്, ആ കൊതുമ്പോടെ പറിച്ചേര്, അതിനൊരു താങ്ങ് കൊടുത്തേര്, ഈ കയറിട്ട് അതൊന്ന് കെട്ടിയേര്. അതിനിടയ്ക്ക് കൊച്ചു വന്ന് മുണ്ട പിടിക്കും, പാപ്പ മാറിക്ക മോളെ, മാറിക്ക മോളെ. കണ്ട, ശ്രദ്ധ അവിടെ ഇരിക്കും. അതാണ് പുരുഷന്റെ പ്രത്യേകത. അതുകൊണ്ട് അത് നീ മനസ്സിലാക്കി, നിന്റെ ഭർത്താവ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലരുത്. മനസ്സിലായോ? സർവത്ര ദേശിവ നിന്റെ മുഴുത്ത സ്നേഹം കൊണ്ട് അന്നേരം അങ്ങോട്ട് ചെല്ലണ്ട. അവൻ സ്വസ്ഥമായിട്ടിരുന്നു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കുണുകുണാന്ന് പറഞ്ഞ് ചെല്ലും അതിനിടയ്ക്ക് വട്ടെ. അതവന് ഇഷ്ടമില്ല. അത് നീ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് മനസ്സിലാക്കണം. ഇതെന്നാ സാമാനമാണ്, ഇതെന്നാ അത് ക്ലർക്കാണോ, ഇത് അനങ്ങുകയല്ലേ എന്ന് പറഞ്ഞ് ചെല്ലരുത്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതവൻ ഒന്ന് ചെയ്തോട്ടെ. ആ സത്യം ഭാര്യയായ നീ ഒന്ന് മനസ്സിലാക്കുക. ഭർത്താവായ നീ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നറിയാവോ? നീ വല്ലതും ചെയ്താൽ അത് കാണാനുണ്ട്, പെമ്പർന്നോത്തി വല്ലതും ചെയ്താൽ കാണാനില്ല. അതായി പെണ്ണുങ്ങളുടെ ഒരു ഇടപാട്. എന്തുമാത്രം ചെയ്താൽ അവർ ചെയ്താൽ കാണാൻ. അവൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു 10 മൂട് കപ്പയ്ക്ക് കളച്ചു, അല്ലെങ്കിൽ 2 വാഴ വെച്ചു. നോക്കടി, 2 വാഴ ഞാൻ വെച്ചു, 10 കപ്പയ്ക്ക് കളച്ചു. നീ എന്നാ കാണിച്ചു? ചമ്മന്തി ഉണ്ടാക്കിയല്ലേ. സത്യം പറഞ്ഞാൽ ഒരു പുരുഷൻ ചെയ്യുന്നതിന്റെ ഇരട്ടി ഒരു സ്ത്രീ ചെയ്യുന്നുണ്ട് ഒരു വീട്ടില്. പക്ഷെ അത് കാണാനില്ല. ഒരു ദിവസം തന്നെ എത്ര കിലോമീറ്റർ അവർ സ്ത്രീ നടക്കുന്നത്. ആട്ടുകല്ലേ, അരകല്ലേ, ഒരകല്ലേ, കിണറെ, ആട്ടുംകൂടെ, പശുക്കൂട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കര. എത്ര നടപ്പാ ഒരു ദിവസം? എത്ര കിലോമീറ്ററാണ് നടക്കുന്നത്? അതൊന്ന് മനസ്സിലാക്കിക്ക്. അതുപോലെ തന്നെ അവൾ എന്തെല്ലാം കഞ്ഞി വെച്ചു, കറി വെച്ചു, ഭർത്താവൻ ഷർട്ടും കൊണ്ട് വലക്കി, പിള്ളേരുടെതെല്ലാം തേച്ചു, അവിടെ വല്ല അടിച്ചു വാരി, മുറ്റം തൂത്തു, ഇവിടം കഴുകിയിട്ടു, അവിടം കഴുകിയിട്ടു, മീൻകാരന്റെ കാശ് കൊടുത്തു, മറ്റവനെ പറഞ്ഞു വിട്ടു, മറിച്ചത് ചെയ്തു. എന്തെല്ലാമാ ചെയ്യുന്നറിയാവോ? പക്ഷെ പലപ്പോഴും ഈ ഭർത്താക്കന്മാരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് അവള് ചെയ്യുന്നത് ഒന്ന് അംഗീകരിക്കൊന്ന് കണ്ടെത്ത്. ആത്മാർത്ഥമായി നോക്കിയാലേ എന്റെ ഭാര്യ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു പുരുഷൻ ഒരു സമയത്ത് ഒരു കാര്യത്തെ ശ്രദ്ധിച്ചാൽ സ്ത്രീ 10 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇത് 2 കൂട്ടരും മനസ്സിലാക്കിയിരിക്കുക. 2 കൂട്ടരും അത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് അവൾ ചെയ്യുന്നതിനകത്ത് ഏറെക്കുറവുകളും പാളിച്ചകളും വന്നാൽ അത് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ആ സത്യം ആദ്യം ഒന്ന് ഗ്രഹിക്കുക. ഇനി മറ്റൊന്ന്, ഒരു സ്ത്രീ ഇത്രയും ഗൗരവം കൊടുക്കുന്ന ഒരു കാര്യം ഒരു പുരുഷന് ഇത്ര നിസ്സാരമായിരിക്കും. അതാണ് സ്ത്രീപുരുഷ മനഃശാസ്ത്രം. കാരണം നിന്റെ ഭർത്താവ് പുരുഷനായതുകൊണ്ട് ഒരു പുരുഷൻ ചിന്തിക്കുന്നത് പോലെ അവന് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നീ സ്ത്രീയാന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നീ ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയുള്ളൂ. അതുപോലെ നീ മനസ്സിലാക്കെ, എന്റെ ഭാര്യ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കാൻ അവളോട് ആവശ്യപ്പെടുന്നത് മൃഗീയമാണ്. നീ ആഗ്രഹിക്കുന്നതിന് ഘടകവിരുദ്ധമായിരിക്കും അവൾ ചെയ്യുന്നത്. കാരണം അവൾ പെണ്ണാണ്. അതുകൊണ്ട് ഒരു പെണ്ണ് ചിന്തിക്കുന്ന പോലെയുള്ള കാഴ്ചപ്പാടാണ് അവളുടേത്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? അത് സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കണം. നീ വലിയ ഗൗരവം കൊടുത്തവർ പറഞ്ഞ കാര്യം അവൻ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു. അല്ലത്തിന് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾ അംഗീകരിക്കാറുണ്ടോ? നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം തുറന്നങ്ങ് പറ, എന്നെ വിട്ടിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം. നീ ദാശി വർത്തമാനം പറയുന്നത് പുരുഷന്റെ ശാസ്ത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എടി കൊച്ചേ, നിന്റെ കെട്ടിയോൻ പുരുഷനാണ്, പെണ്ണല്ല. അതുകൊണ്ട് നീ ചിന്തിക്കുന്ന പോലെ അവന് ചിന്തിക്കാൻ പറ്റിയല്ല. ആ സത്യം ഒന്ന് മനസ്സിലാക്കാദ്യമായിട്ട്. അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യുക, നീ ആഗ്രഹിക്കുന്ന പോലെയും പറയുന്ന പോലെയും പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം നിന്റെ ജീവിത പങ്കാളി ചെയ്തോളും. കല്യാണം ആലോചിക്കുമ്പം പപ്പായോട് പറയുക, എനിക്ക് ജീവിത പങ്കാളിയായിട്ട് പുരുഷൻ വേണ്ട, ഒരു പെണ്ണ് മതി. കുഴപ്പമില്ല, അന്നേരം കുഴപ്പമില്ല. കാരണം നീയും വേണ്ട, അവളും വേണ്ട. നീ ചിന്തിക്കുന്ന പോലെ അവളും ചിന്തിച്ചോളും. അതല്ല പുരുഷനെ ആ സ്വീകരിക്കുന്നതെങ്കിൽ പുരുഷന്റെ ചിന്താഗതി മനസ്സിലാക്കേ. അത് നീ മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ആ സത്യവും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ ആ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ സ്ത്രീ വികാരനിർഭരയാണ്, പുരുഷൻ വികാരനിർഭരനല്ല. അത് നീ മനസ്സിലാക്കിയത്. ഇച്ചിരി കാര്യം മതി അവക്ക് കരയാൻ. ശകലം കരഞ്ഞോട്ടെന്ന്. നീ എന്നത് അടിയെന്തെങ്കിലും പറഞ്ഞ അവിടെ കൂടി മോങ്ങാൻ തുടങ്ങുന്നത്. ശകലം മോങ്ങിക്കോട്ടെ, അത് സ്ത്രീ, അത് അങ്ങനെ, അത് മോങ്ങും, അത് സംശയമില്ല. അത് മോങ്ങുന്ന എന്നതാ? എന്റെ കൊച്ചിന് 8 വയസ്സേ ഉള്ളൂ, പെങ്കൊച്ച. ദൈവമേ, അതിനെ 22-ാം വയസ്സിൽ കെട്ടിച്ച് അതിനുണ്ടാകുന്ന കൊച്ചു പെണ്ണാണെങ്കിൽ അന്ന് ഉടുപ്പിടിപ്പിക്കാൻ ഈ കൊച്ചു എവിടെ പോകും? അതോർത്താ മോങ്ങുന്നേ. അതാണ് സ്ത്രീയുടെ മോങ്ങിച്ചെന്ന് പറയുന്നത്. അതിന് കാരണം ഒന്നും വേണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വികാരനിർഭരയാ. ഇപ്പൊ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, നമ്മുടെയൊക്കെ വീട്ടിലെ അപ്പനോ അമ്മയോ ഏതെങ്കിലും ബന്ധുക്കളോ മിത്രങ്ങളോ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ തന്നെ അപ്പൻ മരിച്ചു, അല്ലെ അമ്മ മരിച്ചു. ശവം അടക്കാനായിട്ട് ശവം മുറ്റത്ത് പന്തലിനകത്ത് മേശപ്പുറത്ത് വെച്ചിരിക്കുക. ആ മക്കൾ എന്നാ ചെയ്യുന്നത്? ആ ശവത്തിന്റെ അടുത്ത്, അമ്മയുടെ അടുത്ത് അങ്ങനെ കൈയും കെട്ടി അവിടെ നിൽക്കും. സങ്കടമുണ്ട്, മനസ്സിൽ വിഷമമുണ്ട്, എന്നാലും ആ ദുഃഖമൊക്കെ അമർത്തി നോക്കി അങ്ങനെ നിൽക്കും. നേരെ മറിച്ച് പെമ്മക്കളോ, എന്റെ മാതാവെ, പദം പെറുക്കി അങ്ങോട്ട് തുടങ്ങും. ഈ ഇടയിലും വീട്ടിലൊന്ന് വന്നേച്ചു പോകാറ്. ഇന്നാള് വന്നപ്പം പറഞ്ഞായിരുന്നു ഉരുളി എന്നോട് കൊണ്ടുപോകാൻ, കൊണ്ടുപോകുന്നതിന് മുമ്പ് പോയല്ലോ. കൊച്ചിനൊരു കമ്മല് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു, പണിയിപ്പിക്കുന്നതിന് മുമ്പ് പോയല്ലോ. കണ്ടോ, അമ്മ മരിച്ചുള്ള സങ്കടമല്ല, ഉരുളിയും കമ്മലും കിട്ടിയില്ല. നോക്കണേ, അമ്പടി അവളുമാരുടെ സങ്കടം. വികാരനിർഭരയാണ്. ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പുരുഷൻ വികാരനിർഭരനല്ല. അതുകൊണ്ട് സ്ത്രീ കൊച്ചു കാര്യങ്ങൾക്ക് കരയുമ്പോൾ ശാന്തമായിരിക്കുക. സ്ത്രീ അങ്ങനെയാണ്. അത് നീ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നവളാ സ്ത്രീ. പുരുഷൻ അത് വേണ്ട. അത് നീ മനസ്സിലാക്കിയിരിക്കുക. അത് കുറെ അംഗീകരിച്ചു കൊടുത്തേരെ. ഏറെ ശ്രദ്ധിക്കും. ഒരു പുരുഷന് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുളിച്ചു, ചീപ്പെടുത്തുന്നു, ചീകി, ബനിയില്ലാത്തോട് വേണേ ശകലം പൗഡർ ഇട്ടു, പണി തീർന്നു. പെമ്പർനോത്തിയം കൊണ്ട് ഇനി ഇറങ്ങണമെങ്കിൽ എത്ര നേരത്തെ ഫിറ്റിംഗ് ആണെന്നറിയാവോ? നമ്പർ 1 ചാരം പൂശ്, അത് കഴിയുമ്പം ലിപ്സ്റ്റിക്ക്, കൺമഷി, ഐബ്രോ, 1, 2, 3 പൊട്ട്, എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് ഇറങ്ങുമ്പം എങ്ങനെയിരിക്കും? ഹനുമാൻ കഥകളിയിൽ വേഷം ഇട്ടവരിക്കും. സത്യവാ. എന്ത് വൃത്തികളാണെന്നറിയാവോ? അത് വണ്ടി കിട്ടാതെ വെയിലത്ത് നടക്കും കുറെ നേരം നടന്ന് വേർത്ത് കഴിയുമ്പോ ഒരു തൂരുണ്ട്. അയ്യടാ, അത് കഴിയുമ്പോ ഒന്ന് കാണണം. എന്റെ മക്കളെ, പൈത്യമായത്, മഹാപൈത്യമാ. അതൊന്ന് മനസ്സിലാക്കി നോക്കിയേ. പുരുഷനാണെങ്കിൽ ലിപ്സ്റ്റിക്ക് വേണ്ട, കൺമഷി വേണ്ട, ഐബ്രോ വേണ്ട, പൊട്ട് വേണ്ട, ഒരു കുന്തവും വേണ്ട. പെമ്പർനോത്തി പെണ്ണങ്ങനെയാ. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കും. നേരെ 17 വയസ്സ്, ഒരു 12 വയസ്സാകുമ്പോൾ തുടങ്ങും പാർലർ കയറാൻ. അവിടെ പോയിരുന്നിട്ട് ഈ പുരിയം ഒരു ലൈൻ നിർത്തിയിട്ട് ബാക്കി അങ്ങ് പഠിപ്പിക്കും. കണ്ടോ, തമ്പുരാൻ കൊടുത്ത പുരിയത്തിന്റെ എണ്ണം കൂടിപ്പോയി, അതങ്ങ് പഠിപ്പിച്ചു. നിറം പോരാ, പെൻസിൽ കൊണ്ട് കറപ്പിച്ചു. ക്രിയയിലോട്ട് നോക്കിയപ്പോഴത്തേക്കിനും അതിന്റെ കളറ് തമ്പുരാൻ കൊടുത്തത് പോരാ. ഇരുമ്പ് കടയിൽ പോയി 1/2 ലിറ്റർ നിറവിലാക്കി വെയിറ്റ് മേടിച്ചിട്ട് അതേലോട്ട് തൂത്തു. എന്ത് വൃത്തിയിടാൻ നോക്കണം. അപ്പൊ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ഇത് കുറെയല്ല ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കുറച്ചൊക്കെ വേണം മക്കളെ. എല്ലാം കൂടെ അധികമായി പോയാ ഒരല്പം, ഒരു പൗഡറും അല്പസ്വല്പമൊക്കെ ഒന്ന് വേണം. അത് എന്റെ പണി. അത് ഈ കൊച്ചു പിള്ളേർ 8ഉം 10ഉം വയസ്സുള്ള പിള്ളേർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു രസമുണ്ട്. ഇത് 55 വയസ്സായ കളവി ഈ കുരിശ് വിട്ട് തൂക്കിയിട്ടുള്ള ഇപ്പോ എന്ത് വൃത്തിയാണെന്നറിയാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. അന്നെന്നറിയാവോ, ഈ വിവരവും അറിവുള്ള ആൾക്കാർ നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനഃശാസ്ത്രം പഠിക്കും പെട്ടെന്ന്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ അൺമെറ്റ് സൈക്കോളജിക്കൽ നീഡ്സ്, സബലീകരിക്കാത്ത വൈകാരിക ആവശ്യങ്ങളുടെ പ്രൊജക്ഷനായി വരുന്നത് മുഴുവനും. അതുകൊണ്ട് അല്പം അറിവുള്ള ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പാപ്പരത്വം പെട്ടെന്ന് പിടിച്ചെടുക്കും. അതുകൊണ്ട് കുറെയെല്ലാം ഒതുക്കി ഒന്ന് ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ആത്മീയമായും വൈകാരികമായും ശാരീരികമായും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെയാ. സ്ത്രീ സങ്കുചിത മനസാക്ഷിയുള്ളവളാ, പുരുഷനോ വിശാല മനോഭാവമുള്ളവനാ. ഉദാഹരണത്തിന്, വൈരാഗ്യത്തിൽ കഴിയുന്ന 2 പുരുഷന്മാരെ പറഞ്ഞു രമ്യപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. വൈരാഗ്യത്തിൽ കഴിയുന്ന 2 സ്ത്രീകളെ വെറുതെ മെനക്കെടണ്ട. 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്.
എന്റെ പൊന്നെ, അതുകൊണ്ടാണല്ലോ മനഃശാസ്ത്രം പറയുന്നത് മൂർഖം പാമ്പിനെയും പെണ്ണിനെയും പിണക്കരുതെന്ന്. ഇതിന് രണ്ടിനെയും പിണങ്ങിയാൽ ഒരു സ്ത്രീ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും. പിണങ്ങിയാൽ ആ മനുഷ്യൻ മുടിയുന്നത് വരെ അവൾ സമ്മതിക്കുകയില്ല. കാരണം സ്ത്രീയുടെ മനസാക്ഷി അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതും കൂടെ കുറച്ചൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കും. അതുപോലെ തന്നെ വേറെ ഒരു പ്രത്യേകത, പുരുഷന്റെ കണ്ണ് ചെല്ലാത്തിടത്ത് സ്ത്രീയുടെ കണ്ണ് ചെല്ലും. അതാ വേറെ പ്രത്യേകത. അതെ, when man has sight, woman has insight. ചില കാര്യങ്ങളില് പുരുഷന്റെ കണ്ണ് എത്താത്തിടത്ത് സ്ത്രീയുടെ കണ്ണെത്തും. അതുകൊണ്ട് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നിന്റെ ഭാര്യയെ അറിയിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ പാളം തെറ്റിപ്പോകാതെ, വഴിതെറ്റിപ്പോകാതെ, വീട് ജപ്തി ചെയ്തു പോകാതെ രക്ഷ ഉണ്ടാക്കാം. 50,000 രൂപ പെട്ടെന്ന് കടം തീർക്കാൻ വേണ്ടി നീ 50% പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്. നീ ആ ഭാര്യ അറിയിച്ചിരുന്നെങ്കിൽ അവളൊന്ന് പരിഹാരം കണ്ടെത്തിയായിരുന്നേനെ. കാരണം അവിടെ സ്വർണ്ണം എല്ലാം കൂടെ വിട്ടാൽ തന്നെ 30,000 രൂപ കിട്ടും. പിന്നെ 10,000 രൂപ അവള് അല്പം സ്വരൂപിച്ചുണ്ടാക്കിയത് ബാങ്കിൽ കിടപ്പുണ്ട്. 10,000 രൂപ അപ്പനോട് കടവും മേടിച്ചു. 50,000 ആയില്ലേ? അവളോടൊരു വാക്ക് പറയാതെ കടം തീർക്കാൻ വേണ്ടി 50,000 രൂപ പോയി 50% പലിശ അങ്ങോട്ട് എടുത്തു. പിറ്റേ കൊല്ലം ജപ്തി ചെയ്യാൻ പോലീസുകാർ വരുമ്പോഴാണ് അറിയുന്നത്. പണ്ടൊരുത്തനെ കളിക്കാൻ മത്സരത്തിനൊരു രാജാവ് വരുന്നതാണ്. ദൈവമേ, മത്സരത്തിനിരുന്ന് അയാൾ വേർത്ത് ആകെപ്പാട് തൊലി പൊളിഞ്ഞ് തോറ്റ് പാളിഷാകുമെന്ന് മനസ്സിലായി. അങ്ങനെ രാജാവിരുന്ന് വിയർക്കുക. പെമ്പർനോത്തി ഇത് മനസ്സിലാക്കി വെച്ച് വന്ന് നോക്കി. തന്റെ ഭർത്താവിരുന്ന് വേർക്കുന്ന കണ്ട ചവള് നോക്കിപ്പം, എടാ ജയിക്കാനൊരു പഴുതുണ്ടല്ലോടാ, മത്സരമാണല്ലോ, ആംഗ്യം കാണിക്കാൻ മേല, പറയാൻ മേല, മുൻപിൽ പ്രത്യക്ഷപ്പെടാനും മേല, എന്നാ ചെയ്യുന്നേ? അവൾ എന്ത് ചെയ്തു? ഉറങ്ങിക്കിടന്ന കൊച്ചിനെ ഞുള്ളി ഉണത്തിയേച്ച് ഈച്ചു കൊടുത്തു. വർഷങ്ങളോളം കേട്ട് പരിചയമുള്ള ധ്വനിയിലെ ഉന്തിന്റെ സ്വരത്തിന്റെ അർത്ഥം മനസ്സിലായി. രാജാവ് നോക്കി, എവിടെയാടാ ഉന്താൻ ചാൻസ്? ആ കിടപ്പുണ്ടോടാ, ഉന്തി. മത്സരത്തിൽ ജയിച്ചു. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ വല്ലപ്പോഴും ഈ പെമ്പർനോത്തുടെ ഈ ഉന്ത് അത് കിട്ടുന്നത് നല്ലതാണ്. ഈ ഉന്ത് കിട്ടി ജയിക്കണമെങ്കിൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ അവളെ അറിയിച്ചുകൊണ്ടിരിക്കണം. അത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ചിന്തിക്കുക. ഇപ്പം നമ്മൾ കണ്ടത്, ഞാൻ സമയം തീർന്നുകൊണ്ട് നിർത്താൻ തുടങ്ങുക, 2 മിനിറ്റ് പ്രാർത്ഥിക്കണമല്ലോ. അപ്പൊ ഇപ്പം നമ്മൾ കണ്ടത് കുടുംബജീവിതം വിജയിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നാ കണ്ടത്. മറക്കരുത്, കേട്ട കാര്യങ്ങൾ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. 1 ഈശ്വരാനുഗ്രഹം, 2 ജീവിത പങ്കാളിയുടെ അനുഗ്രഹം, 3 മാതാപിതാക്കളുടെ അനുഗ്രഹം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഒറ്റയാളിനെ സ്നേഹിക്കുക, സ്വയം മനസ്സിലാക്കുക, ജീവിത പങ്കാളിയെ മനസ്സിലാക്കുക. ഭാര്യാഭർത്താക്കന്മാരായിരിക്കുന്ന ആൾക്കാരെ ഓരോ ദിവസവും പ്രസംഗത്തിൽ കേൾക്കുന്ന കാര്യങ്ങള് വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കുരിശുവരെയും കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ആ ബെഡ് ഇരുന്നുകൊണ്ട് 5 മിനിറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക, കേട്ടതിന്റെ വെളിച്ചത്തില്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും, ഭാര്യമാരാ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും സ്ത്രീപുരുഷ മനഃശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തില് ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. അവന്റെയും അവളുടെയും തനിമ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ വ്യവസ്ഥയിൽ അത് സ്നേഹിച്ചുകൊണ്ട് ഈ ധ്യാനത്തോടു കൂടി ദൈവത്തിന്റെ സങ്കല്പത്തിലെ ഒരു ഭാര്യയും ഭർത്താവും ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുക, തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.